നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജും ബേസിൽ ജോസഫും നായകന്മാരായിട്ട് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ സിനിമ അന്ന് വേൾഡ് വൈഡായിട്ട് തിയേറ്ററുകളിൽ റിലീസായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് നായികമാരായിട്ട് സിനിമയിൽ വന്നിരിക്കുന്നത് നിഖിലയും അതുപോലെ തന്നെ അനശ്വര രാജനുമാണ്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ പൃഥ്വിരാജിൻ്റെ ഏറ്റവും പുതിയ സിനിമ ആടുജീവിതം ഈ അടുത്ത് ഇറങ്ങിപ്പോയപ്പോൾ നമുക്ക് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഗെറ്റപ്പിലൂടെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഈ ഒരു പുതിയ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഈ അടുത്ത് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറും ടീസറൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഈ ഒരു സിനിമ കാണാനുള്ള ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലറിൽ നമുക്ക് മനസ്സിലായത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതായത് അത്ര ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തിയേറ്ററുകളിലേക്ക് പോകുന്നത്. കാരണം ഓരോ മനുഷ്യനും ഓരോരോ ലൈഫിൽ ഓരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെച്ച് ഒരു 2.5 മണിക്കൂർ തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഒരു സിനിമാ തിയേറ്ററിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് തന്നെയാണല്ലോ സിനിമാ തിയേറ്റർ എന്ന് പറയുന്നത്. ആരും കരഞ്ഞുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും കൂടിയിട്ട് പല രീതിയിലുള്ള ജേണറിലുള്ള സിനിമകളാണ് നിലവിലുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ അതിൻ്റേതായ ഫീൽഡ് തന്നെയാണ് നമ്മൾ സിനിമകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൃഥ്വിരാജിൻ്റെ അല്ലെങ്കിൽ ബേസിൽ ജോസഫിൻ്റെ ഏറ്റവും പുതിയ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിപിൻ ദാസ് ആണ്. വിപിൻ ദാസ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ തന്നെയാണ് ജയ ജയ ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ബേസിൽ ജോസഫിൻ്റെ നായകനായിട്ട് വന്നിട്ടുള്ള സിനിമ. ആ ഒരു സിനിമ ഒരുപാട് വിജയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. നല്ല ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. ഒരുപാട് സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഒരു സിനിമ വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നിട്ടുള്ള ഒരു സംവിധായകനായതുകൊണ്ട് നമ്മൾ ഈ ഒരു സിനിമയും നല്ല സൂപ്പർ ഹിറ്റ് തന്നെ ആവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഈ ഒരു സിനിമ ഒന്ന് റിലീസായി അങ്ങനെ സിനിമ കാണാൻ പോയി. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണലി അഭിപ്രായമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്നിരുന്നാലും സിനിമ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയിൽ പുതുമ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആകെ പുതുമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിനിമയിൽ വന്നിട്ടുള്ള അഭിനേതാക്കൾ മാത്രമാണ്. അതായത് പൃഥ്വിരാജിൻ്റെ ഒരു വെറൈറ്റി ഒരു അഭിനയം എനിക്കിതിൽ ഫീൽ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ കോമഡികളൊന്നും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അത്രമാത്രം അതങ്ങോട്ട് ഒരു വർക്കൗട്ടായിട്ടൊന്നും നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് അത് അറിയാം. പൃഥ്വിരാജ് ഒരു കോമഡി ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രമാത്രം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഇമോഷണലി ഒരു ഫൈറ്റൊക്കെ ആയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു മാസ് എന്നൊക്കെയാണ് നമ്മൾ പൃഥ്വിരാജിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ട് നമുക്കത് അദ്ദേഹത്തിന് ഓസ്കാർ വരെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള മനസ്സുകൊണ്ട് ഓസ്കാർ കൊടുത്തിട്ടുള്ള ഒരു നടനായി മാറിയിരിക്കുകയാണ് പൃഥ്വിരാജ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ പൃഥ്വിരാജ് വന്നപ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഉൾക്കൊള്ളാത്ത ഒരു കോമഡി കഥാപാത്രം അദ്ദേഹം ചെയ്യും എന്നുള്ളത് നമ്മൾ ഇതിലൂടെ അദ്ദേഹം തിരുത്തി മാറ്റിയിട്ടുണ്ട് വേണമെങ്കിൽ പറയാം. കാരണം അത്ര ഇതിൽ അഭിനയിച്ചിട്ടുള്ള രീതിയിൽ ചളി കോമഡിയല്ല, നല്ല രീതിയിൽ അദ്ദേഹം പൂർണ്ണമായിട്ട് അഭിനയിച്ച് നമ്മളെ ചിരിപ്പിച്ച് നമ്മളെ അതിൽ ഫലിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഈ ഒരു ക്യാരക്ടറിലൂടെ അദ്ദേഹം സാധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബേസിൽ ജോസഫിനെ നമുക്കറിയാം. പിന്നെ അദ്ദേഹം എന്ത് പറഞ്ഞാലും കോമഡിയുടെ ഒരു പാറ്റേണിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് ഈ ഒരു സിനിമയിലും അതേ ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അഭിനയത്തിൻ്റെ ഒരു മുഹൂർത്തമൊന്നും ഈ ഒരു സിനിമയിൽ നായികമാർക്കും ഇല്ല, അതുപോലെ തന്നെ നായകന്മാർക്കും ഇല്ല. പിന്നെ അഭിനയിച്ച് കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇതിൽ അച്ഛൻ കഥാപാത്രമായിട്ട് ജഗദീഷ് അതുപോലെ തന്നെ ബൈജു ഒക്കെ നല്ല രീതിയിൽ അവർക്കൊന്ന് കുറച്ച് അഭിനയിക്കാനുള്ള റോളുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നത്. അങ്ങനെ തന്നെ ഈ സിനിമയിൽ മറ്റ് കഥാപാത്രങ്ങളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പെർഫോമൻസുകളാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ പുതുമയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും കൂടിയിട്ട് ഒരു 2.5 മണിക്കൂർ നമുക്ക് ഈ ഒരു വെക്കേഷൻ എൻഡിൽ, അതായത് ഈ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികളെ കൂട്ടിയിട്ട് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബോറടിക്കാത്തൊരു സിനിമയാണ് 2.5 മണിക്കൂർ ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിറങ്ങിയിട്ടുള്ള കുറച്ച് വെട്ടും കുത്തുമൊക്കെ ആയിട്ടുള്ള സിനിമകളിൽ നിന്നും മാറി പിടിച്ചിട്ട് ഫാമിലിക്ക് എൻജോയ് ചെയ്തിട്ട് വലിയ കണ്ണീരും കിനാവൊന്നും ഇല്ലാതെ കുറച്ച് നേരം ചിരിച്ചുകൊണ്ട് ഈ ഒരു സിനിമ കണ്ട് നല്ല രീതിയിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് കൊണ്ടൊക്കെ എനിക്ക് ഗോഡ് ഫാദറിൻ്റെ, അതായത് മലയാള സിനിമ, നമ്മുടെ പഴയ മലയാള സിനിമ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ക്ലൈമാക്സും ഈ ഒരു ക്ലൈമാക്സൊക്കെ തമ്മിൽ കൂട്ടിക്കുഴച്ചിട്ടുണ്ടോ എന്നുള്ളൊരു എനിക്കൊരു സാമ്യത എനിക്ക് തോന്നി. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ഫീലാണ്, എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഒരുപാട് മ്യൂസിക്കുകൾ അല്ലെങ്കിൽ പഴയ ഗാനങ്ങൾ തമിഴിൽ നിന്നൊക്കെ നല്ല പാട്ടുകൾ എടുത്തിട്ട് ഇതിലേക്ക് അങ്ങനെ കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കുറേ ഡയലോഗുകൾ ദൃശ്യം സിനിമയിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. എങ്കിലും കൂടിയിട്ട് ഈ സിനിമ കണ്ടുപോകുമ്പോൾ നല്ല രീതിയിൽ കോമഡികൾ, അതായത് ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകൾ ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നല്ല ഉള്ളതൊക്കെ നല്ല കഥാപാത്രങ്ങളായിട്ട് നല്ല രീതിയിൽ അവർക്ക് സ്ക്രീനിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ആ ഒരു ലെവലിൽ കാണുമ്പോൾ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഒരു 100ൽ നമുക്കൊരു 60 മാർക്ക് അല്ലെങ്കിൽ ഒരു 65 മാർക്ക് നമുക്ക് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ കഴിയും.
തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഈ ഒരു വെക്കേഷൻ ടൈമിൽ പോയി കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിനിമയാണ്. ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം. ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ നല്ല വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.